ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നേ ഒരു അടിപൊളി ചിക്കൻ റോളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഫില്ലാവും കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ചെറിയ പീസുകളാക്കി എടുത്തത്, എല്ലില്ലാത്ത പീസുകളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കുക്കറിൽ ഒരു 2-3 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ട മാവ് എന്ന് പറയുന്നത് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കുറച്ചേശ് വെള്ളം ഒഴിച്ച് പരത്താൻ പാകത്തിനുള്ള പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 3 ബ്രെഡും കൂടെ ഞാനൊന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവ് നമ്മളിതാ ഇതുപോലെ ഉരുട്ടി പരത്താവുന്ന രീതിയിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ക്യാബേജ്, സവാള, ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കറിവേപ്പിലയും മല്ലിയിലയും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇതൊരു 60% വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ റോളിന് പകരം നമ്മൾ എഗ് റോളാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ മിക്സിങ്ങിൽ നമുക്ക് എഗ്ഗ് കൊത്തിപ്പൊരിച്ച് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വെജിറ്റബിൾ റോളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ എഗ്ഗോ ചിക്കനോ ഇല്ലാതെ നമുക്ക് ഇതുപോലെ വെജിറ്റബിൾ തന്നെ വാട്ടിയിട്ട് വെജിറ്റബിൾ റോളും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിവിടെ മാവ് ഇതുപോലെ നീളത്തിലാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. ഇത്തിരിയും കൂടെ കട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം സ്ലൈസഡ് ചീസ് ഞാൻ ഇതുപോലെ 3 പീസാക്കിയിട്ട് ഓരോന്നിലും ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മുട്ടയുടെ ഇതിലാണ് നമ്മളൊന്ന് അങ്ങനെ മുക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്നും കൂടെ അങ്ങനെ 2 ട്രിപ്പായിട്ട് നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ വേണം ആദ്യം വേവിച്ചെടുക്കാൻ. പുറമെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല ശ്രദ്ധയോടുകൂടെ ഇതുപോലെ മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ റോള് ഇതുപോലെ ഇവിടെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത് പുറമെ ഭയങ്കര ക്രിസ്പിയും അതുപോലെ ഉള്ളു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും. അപ്പൊ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ റോളും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. ഇത് സോസ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ റോളിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.